മരിക്കുന്നതിനും അള്ളാഹു മദീന കാണാൻ അള്ളാഹു അവസരം നൽകട്ടെ. പണമുണ്ടായി എന്ന് കരുതി മദീനയിലെത്താൻ പറ്റൂല. പണമുള്ളവരൊക്കെ മദീനത്തെത്തിയിട്ടില്ല. മദീനത്തെത്താൻ ഒരു ഉംറയ്ക്ക് വന്ന 40,000 രൂപ മതി. നിങ്ങൾ ആമീൻ പറയാത്ത എന്താണെന്ന് എനിക്ക് എൻ്റെ പണമുണ്ട്. കോടിക്കണക്കിന് രൂപ തലേനയുടെ താഴെ വെച്ച് കടന്നു തുടങ്ങിയ ആളുകൾ മദീനത്താണ് മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് മദീനയിലെത്തുന്ന കാര്യത്തിൽ പണത്തിന്റെ കൊഴുപ്പിലെത്താന്ന് കരുതിയാൽ വല്ലാഹി പടച്ചമ്പുരാനെ തന്നെയാണ് സത്യം എത്തൂല. എത്താത്ത ആളുകളുണ്ട്. എത്രയാളുകൾ എൻ്റെ കൺമുമ്പിലുണ്ട്. എത്രയാളുകൾ എൻ്റെ കൺമുമ്പിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊല്ലം ജില്ലയിൽ വന്നാൽ ഞാൻ കാണിച്ചു തരാം. കോടിക്കണക്കിന് രൂപയുടെ ബിൽഡിങ്ങൾ ഇപ്പോഴും കൊല്ലം നഗരത്തിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മക്കത്തും മദീനത്തും മാത്രം പോകാൻ കഴിഞ്ഞില്ല. ബാക്കി അദ്ദേഹം ബിസിനസിന്റെ ഭാഗമായി ഏതാണ്ട് 82 രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ബിസിനസിന്റെ ഭാഗമായി കൊല്ലം ജില്ല കണ്ട ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ബിസിനസിന്റെ ഭാഗമായി 82 രാജ്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മക്കയും കാണാൻ കഴിഞ്ഞിട്ടില്ല, മദീനയും കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് അള്ളാഹു ചില തൗഫീക്ക് നൽകിയവർക്ക് മാത്രമേ അള്ളാഹു കൊടുക്കൂ, അല്ലാത്തവർക്ക് അള്ളാഹു കൊടുക്കൂല. മദീനയെ മനസ്സിൽ സ്നേഹിക്കുന്നവനെ കൊടുക്കൂ, അല്ലാത്തവന് മദീന കാണാനുള്ള അവസരം അള്ളാഹു കൊടുക്കൂല. കാരണം മദീന വെറും ഒരു മണ്ണല്ല സഹോദരങ്ങൾ, ഇത് വെറും ഒരു മണ്ണായിരിക്കാം. ഡാർജിലിംഗ് വെറും ഒരു മണ്ണായിരിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മാദക നഗരം എന്നറിയപ്പെടുന്ന ലോസ് ആഞ്ചലസ്, ലോകത്തിലെ ഏറ്റവും വലിയ മാദക നഗരമാണ് ലോസ് ആഞ്ചലസ്. സ്വപ്ന നഗരമല്ല, മാദക നഗരം എന്ന് പറഞ്ഞ ഒരു മാദക സുന്ദരിയെ പോലെ വഴിയിലൂടെ നടന്നു പോകുന്ന പുരുഷനെ തന്റെ കാമക്കണ്ണുകൾ കൊണ്ട് വല്ലാതെ ആകർഷിച്ച് തന്റെ ചൂടും അനുഭവിക്കുന്ന വഴിയരികിൽ മലർന്നു കിടക്കുന്ന ഒരു മാദക സുന്ദരിയെ പോലെ നടന്നു പോകുന്നവനെയും കാണുന്നവനെയും വല്ലാതെ വശ്യത കൊണ്ട് മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുന്ന മാദക നഗരമാണ് ലോസ് ആഞ്ചലസ്. ആ ലോസ് ആഞ്ചലസിന് മണ്ണിന്റെ പ്രത്യേകതയുള്ളൂ, പക്ഷെ അതിന് മഹിമയുടെ പ്രത്യേകതയില്ല. ഡാർജിലിംഗിനും ചിറാപുഞ്ചിക്കും അതിന്റെ വശ്യതയുടെ മഹത്വമേ ഉള്ളൂ, അതല്ലാത്തൊരു മഹത്വമില്ല. അതുകൊണ്ട് പുണ്യ മദീന പറയുമ്പോൾ ഞാൻ കുറെ നാളുകൊണ്ട് പറയണമെന്ന് ആഗ്രഹിച്ചൊരു വിഷയമാണ് മദീന. അത് പറയാൻ തെരഞ്ഞെടുത്തത് ഇവിടെ വന്നു. കാരണം ഇത് മദീനയുടെ വേറൊരു പതിപ്പാണ്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ, അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഇപ്പൊ ഇത് ഹദ്ദാദ് നഗർ ഒരു മദീന നഗറായി മാറുകയാണ്. കാരണം മദീനയിൽ നടന്ന ജോലി ഇവിടെ നടക്കുകയാണ്. ഞാൻ 2 ദിവസം കൊണ്ട് പറയാം. ഞാൻ പറയുന്നതും ഇവിടെ തമ്മിൽ നിങ്ങളൊന്ന് കൂട്ടിയോജിപ്പിച്ചോളൂ. അതാണ് നിങ്ങളുടെ ജോലി. ഞാൻ പറയുന്ന കാര്യവും ഇവിടെ നടക്കുന്ന ഈ മഹർ 2012 പരിപാടിയും ഇത് രണ്ടും കൂടി നിങ്ങളൊന്ന് യോജിപ്പിച്ചു നോക്കുക. എന്നിട്ട് മദീനയുടെ ഒരല്പമെങ്കിലും ഈ ചെറിയ മണ്ണിൽ കാണാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. എങ്കിൽ തീർച്ചയായും ഈ സതുദ്ദേശം വിജയിച്ചു എന്ന് ഞാൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സമൂഹ വിവാഹങ്ങൾ ധാരാളം നടക്കാറുണ്ട്. ഞാൻ ഇഷ്ടംപോലെ വിവാഹങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും സമൂഹ വിവാഹത്തെ വിമർശിച്ച് സംസാരിക്കുന്ന ആളാണ്. സമൂഹ വിവാഹത്തെ വല്ലാതെ വിമർശിച്ച് സംസാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഇതിൽ പങ്കെടുക്കാമെന്ന് സംഭവിച്ചു. സമൂഹ വിവാഹത്തെ ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല. പരസ്യമായിട്ടൊരു വിവാഹം നടക്കുമ്പോൾ ഞാൻ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്. അങ്ങനെ ഒരു ദുസ്വഭാവം എനിക്കുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നവരോ, ഞാൻ പറയുന്ന അള്ളാഹ് ഇഷ്ടപ്പെടണമല്ലോ. ആരുടെയെങ്കിലും തൃപ്തി മനസ്സിലാക്കിയിട്ട് മനസ്സിലൊന്ന് മൂടി വെച്ചാൽ അത് അള്ളാഹ്ക്ക് ഹിതകരമല്ലല്ലോ. പിന്നെ അഹമ്മദ് കബീറിന് എന്താ ഈ നാക്കിന് പ്രത്യേകത ഉള്ളത്? ആരെങ്കിലും പഠിപ്പിച്ചതുപോലെ തത്തമ്മയെ പൂച്ചെന്ന് പറയണ മാതിരി പറയാനാണ് പിന്നെ ഈ നാക്കിനെന്താ പ്രത്യേകത ഉള്ളത്? അലം നജ്അല്ലഹു ഐനൈനി വലിസാനൻ വശഫത്തൈൻ. ഖുർആനിലെ ആയത്തുണ്ട്, അലം നജ്അല്ലഹു ഐനൈനി, 2 കണ്ണുകളെ ഞാൻ നിനക്ക് നൽകിയില്ലയോ, വലിസാനൻ പിന്നെ ഒരു നാവിന്, വശഫത്തൈനി 2 ചുണ്ടുകളുടെ ഇടയിലുള്ള ഒരു നാവിന്. അള്ളാഹ് എന്തിനാണ് ആദ്യം 2 കണ്ണിനെ പറഞ്ഞിട്ട് പിന്നെ ഒരു നാവിനെ പറഞ്ഞത്? ആയത്ത് വെറുതെ ഓതിയാ പോലുള്ള പഠിക്കണ്ടേ? അള്ളാഹ് എന്തിനാണ് ആദ്യം 2 കണ്ണ് എന്നാ പിന്നെ നാക്ക് പറഞ്ഞിട്ട് കണ്ണ് പറഞ്ഞാൽ പോരെ? അള്ളാഹ് പറഞ്ഞെന്താണെന്നറിയോ? നീ 2 കണ്ണുകൾ കൊണ്ട് കാണുന്ന സത്യം വിളിച്ചു പറയാനുള്ളതാണ് നിന്റെ നാവ്. അലം നജ്അല്ലഹു ഐനൈൻ, നിനക്ക് 2 കണ്ണുകൾ തന്നത് ആ കണ്ണുകൾ കൊണ്ട് കാണുന്ന സത്യം ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാനാണ്. വലിസാനൻ, നിനക്കൊരു നാവിനെ ഞാൻ തന്നത്. അതുകൊണ്ട് അത് വിളിച്ചു പറയണം. ഞാനതിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കാനുള്ള കാരണം, ഒരു സമൂഹ വിവാഹം നടക്കുമ്പോൾ ആ വിവാഹത്തിന് പങ്കെടുക്കുന്ന ആളുകൾ സാമ്പത്തികമായി വളരെയേറെ ലോയായ ഒരാളുകളായിരിക്കും. അപ്പൊ ഇത്ര ആളുകൾ ഒരു സമൂഹ വിവാഹം നടത്തി അവർക്കൊരു 10 പവന്റെ സ്വർണവും പിന്നെ 1 ലക്ഷം രൂപയും കൊടുത്ത് 2 ലക്ഷം രൂപയും കൊടുത്ത് കല്യാണം കഴിഞ്ഞു. ഏറ്റവും അവസാനം 30 ദിവസം കഴിയുമ്പോൾ ഈ കല്യാണം കഴിക്കുന്ന ചെറുക്കൻ ആ 10 പവൻ ഊരി 1 ലക്ഷം രൂപയും മേടിച്ച് അവൻ പിന്നെ പോകും. ഇവക്കൊരു കുട്ടിയാകും. പിന്നെ ഇവളെയും ഈ കുട്ടികളെ കെട്ടിച്ചു വിടേണ്ട ജോലി അടുത്ത ആളുകൾ ഏറ്റെടുക്കേണ്ടത്.
അതാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരു അപാകത. പക്ഷെ ഇക്കാര്യത്തിൽ മകൻ 2012 സംഘാടകരെ ഞാൻ വളരെയേറെ അഭിനന്ദിക്കുകയാണ്. ഇക്കാര്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ മൈക്ക് സെറ്റിന്റെ ചെയിൻ ബ്ലോക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ TV-യിലെ പരസ്യമോ അല്ലെങ്കിൽ ഈ സ്റ്റേജോ ഒന്നുമല്ല. ഇതാർക്കും ചെയ്യാൻ കഴിയും, ലോകത്താർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലേ? പൈസ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. ഇതതില്ലാഞ്ഞിട്ട് അവർ ചെയ്തു. അപ്പൊ പിന്നെ എന്താ കഴിയാത്തത്? എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരൊറ്റ കാര്യം ഇതിന്റെ ചെയർമാൻ സലീം സാഹിബ് എന്നോട് പറഞ്ഞു, വിവാഹം നടക്കുന്നതിന് മുമ്പ് ആ വധുവിനെയും വരന്മാരെയും വീട്ടിൽ വിളിച്ചു വരുത്തി അവർക്കൊരു കൗൺസിലിംഗ് കൊടുത്തു. ഇതിലൂടെ ഞങ്ങൾ എന്താണ് നടത്തുന്നത് എന്ന്. ഏറ്റവും മഹത്തരമായ കാര്യം ഇക്കാര്യത്തിൽ നിങ്ങൾ ചെയ്ത പ്ലസ് പോയിന്റ് അതാണ്. ആ വധുവിനെയും വരന്മാരെയും വിവാഹത്തിന് മുമ്പ് വിളിച്ചു നിർത്തി അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളുമായി ഒരു കൗൺസിലിംഗ് നടത്തി. അവരോട് പറഞ്ഞു ഇതൊരു സമൂഹ വിവാഹം മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയുടെ വഴിത്താരയാണെന്ന് അവരോട് ജീവിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് അവരെ വിവാഹത്തിലേക്ക് കൊണ്ടുവരിക. ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് ഇപ്പൊ ഞാൻ വന്നപ്പോൾ പറഞ്ഞ അക്കാര്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹ വിവാഹത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ്. അതല്ലെങ്കിൽ ഈ വിവാഹം പരാജയപ്പെട്ടു പോകും. അള്ളാഹു ഇതിനെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ 1000 വട്ടം അഭിനന്ദിക്കുന്നു. രണ്ടാമത് സ്ത്രീധനമല്ല. ഒന്ന്, 5 പവന്റെ സ്വർണം ഓരോ പെൺകുട്ടികൾ അല്ലെ, ഓരോ പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്യുന്ന ആൾക്ക് അവർക്ക് 2 പേർക്കും ജീവിക്കാൻ വേണ്ടി ഓരോ ഓട്ടോറിക്ഷയും. ഇത് വല്ലാത്ത ഹള്ളിൻ അധികം ഉള്ളവർക്കല്ലാതെ ചെയ്യാൻ പറ്റും. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഈ സതുദ്ദേശത്തിന്റെ പ്രതിഫലം അള്ളാഹു കുടുംബത്തിലും ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിന്റെ സംഘാടകർ ഇൻഷാ അല്ലാഹ് ഇതിന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം 4 കാര്യങ്ങളാണ്. നാളെ അത് പറയാം. ഇത് നടത്തുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? നമ്മുടെ ഖുർആൻ, ഫിദൗൽ ഖുർആൻ, ഖുർആന്റെ വെളിച്ചത്തിൽ അത് ഇൻഷാ അല്ലാഹ് നാളെയാണ്. അള്ളാഹു ഈ സംഘാടകർക്ക് അതിനെ നല്ല പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാര്. ഈ അള്ളാഹ് കൊടുക്കുന്ന പ്രതിഫലം എല്ലാം കൂടെ അവർക്ക് കൊടുത്താൽ മതി, നമുക്കും വേണ്ടേ? നിങ്ങൾ വെറുതെ കേട്ടിട്ട് പോയി. ഈ നടത്തുന്നതിന്റെ പ്രതിഫലം അവർക്ക് മാത്രം കൊടുത്താൽ പോരല്ലോ, നമുക്കും വേണ്ട ഈ പ്രതിഫലം. 4 പ്രതിഫലം കിട്ടും. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ മാത്രം വെച്ച് ഈ സമൂഹ വിവാഹം നടക്കുന്നതിന്റെ പ്രതിഫലം എന്താണ്? ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അള്ളാഹു ആഫിയത്ത് നൽകി. അതിനുവേണ്ടിയാണ് പുണ്യ മദീന ഞാൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതിനും കൽബിലൊരാഗ്രഹമാണ്. ഏതിനും ഒരു അവയവമുണ്ട്, ഹൃദയം. അതിലൊരാഗ്രഹം ഉണ്ടാവണം. വെളിയിലെ പത്രാസും വെളിയിലെ പ്രതാപവും വെളിയിലെ പണവുമല്ല, മനസ്സിന്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടാകണം. കഴിയും. ഇൻഷാ അല്ലാഹ് അടുത്ത മഹർ 2013 10 പേരുടെ വിവാഹമായിരിക്കും. അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ പറയാത്ത എന്താ? അവര് കഴിയണം ഇതെങ്കിലും ഒന്ന് കഴിച്ചിനായി കിട്ടിയെന്ന് പറഞ്ഞാൽ അവരിരിക്കുക ഇല്ല. ഇൻഷാ അല്ലാഹ് ഇത് ഏറ്റവും നന്നായിട്ട് നടക്കും. അള്ളാഹു കബൂലാക്കട്ടെ. അതിനാദ്യം ഒരാഗ്രഹം ഉണ്ടാകണം. ഏതാഗ്രഹം? മദീനയെ കുറിച്ചുള്ള ആഗ്രഹം. ഞാൻ പറയുന്നു, ഈ സഹജീവികളെ സ്നേഹിക്കുക എന്ന ലോകത്തിന്റെ ബാലപാഠം ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തത് ആരെന്നറിയുമോ? മദീനയാണ്. അതുകൊണ്ട് ആദ്യം മദീന പരിചയപ്പെടുക. കാരണം ആ മദീനയുടെ പ്രതിഫലം വല്ലാത്ത പ്രതിഫലമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാണ്? ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാണ്? ഏറ്റവും വലിയ ഭാഗ്യവാൻ അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മദീനയിൽ കാലു ചുറ്റിയവരാണ്. പക്ഷെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ ആരെന്നറിയുമോ? വിവാഹം കഴിഞ്ഞിട്ട് സന്താനങ്ങളില്ലാത്തവരല്ല, ജീവിതത്തിൽ കിടന്നുറങ്ങാൻ ഒരു ചെട്ടയില്ലാത്തവനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ കപ്പിനും ചുണ്ടിനും ഇടയിൽ ഏറ്റവും വലിയ മഹാഭാഗ്യം നഷ്ടപ്പെടുത്തിയവനല്ല. കാരണം എന്തെന്നറിയോ സഹോദരങ്ങളെ? ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാ? എന്റെ ശബ്ദം കേൾക്കാൻ ഒരിക്കൽ കൂടി ഈ കാഞ്ഞങ്ങാടിന് മണ്ണിൽ, ഈ ഹദ്ദാദ് മണ്ണിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അനുരാഗത്തിന്റെ ഭാഷയിൽ അഹമ്മദ് കബീർ ഒരു വാക്ക് പറയട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാ? സഹോദരങ്ങളെ, ഗൾഫിൽ 4 പ്രാവശ്യം പോയിട്ട് ബിസിനസ് തൊട്ടിട്ട് മടങ്ങി വന്നവനല്ല. ഈ ദുനിയാവിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരെന്നറിയോ? ബഹുമാനപ്പെട്ട അല്ലാമാ ഇഖ്ബാൽ, ഷായിറേ ഹിന്ദ് അല്ലാമാ ഇഖ്ബാൽ പറഞ്ഞതുപോലെ
അള്ളാന്റെ റസൂലിന്റെ മനസ്സെന്ന കൊട്ടാരത്തിന്റെ മാണിക്യ കുയിലാക്കി വെച്ച അള്ളാന്റെ റസൂലിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ച ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുരാഗികൾ പറഞ്ഞു, ലോകത്തിലെ നസീബുഹേവോ അവൻ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ ആരാണ്? ആരെന്നറിയുമോ? മദീനത്തിൽ കാല് ചവിട്ടാൻ അവസരം ലഭിച്ചിട്ട് അള്ളാന്റെ റസൂല് കിടന്നുറങ്ങുന്ന മദീനത്തെ മണ്ണിൽ കാല് ചവിട്ടാൻ അവസരം ലഭിച്ചിട്ട് ആ മദീനത്തെ മണ്ണിൽ നിന്ന് തിരിച്ചു സ്വന്തം നാട്ടിലെ കാര്യം വന്നോ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനെന്ന്. സഹോദരങ്ങളെ, അനുരാഗത്തിന്റെ ഭാഷയാണിത്, അനുരാഗികളുടെ ആശിക്കങ്ങളുടെ ഭാഷയാണിത്. പ്രേമനായകൻ ഉറങ്ങുന്ന വസതിയുടെ അടുക്കൽ ചെന്നിട്ട് ആ നഗരത്തിന്റെ പൊരിഞ്ഞ മണ്ണ്, സഹോദരങ്ങളെ, ആ സുന്ദരമായ ചുറ്റുപടുത്ത മണലാരണ്യത്തിന്റെ നടുവ് കടൽ തീരത്ത് കിടക്കുന്ന കടൽ തീരത്ത് കിടക്കുന്ന മണ്ണിന് വല്ലാത്ത ഉപ്പുരസമാണ്. ഏഴ് കടൽ തീരത്തെ മണ്ണിനും ഉപ്പുരസമാണ്. പക്ഷേ സഹോദരങ്ങളെ, കരയിലെ ഏതെങ്കിലും മണ്ണിന് ഉപ്പുരസമുണ്ടെങ്കിൽ ആ ഉപ്പുരസമുള്ള മണ്ണേടെന്നറിയോ? ഏറ്റവും വലിയ മണ്ണേടെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ ചുവട്ടിൽ കിടക്കുന്ന മണ്ണില്ലയോ? ആ മണ്ണെടുത്താൽ വല്ലാത്ത ഉപ്പുരസമാ. കാരണം എന്തെന്നറിയോ? കടൽ വെള്ളത്തിന്റെ ഉപ്പുരസമല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഓടി വന്നിട്ട് അവരവരുടെ വിഷമങ്ങൾ ഉറക്കെ പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കണ്ണിലൂടെ കണ്ണുനീര് തടങ്കല്ലിയാ തുടങ്ങി. ഓരോ ദിവസവും ഓടി ഓടി വരുന്ന ലക്ഷങ്ങളുടെ കണ്ണുനീർ പ്രവാഹം പെയ്തിറങ്ങി. ആ കണ്ണുനീരിന്റെ ഉപ്പുരസം കൊണ്ട് ഏതെങ്കിലും മണ്ണിന് ഉപ്പുരസമുണ്ടെങ്കിൽ ആ ഉപ്പുരസമുള്ള മണ്ണേടെന്നറിയോ? അത് മദീനത്തെ മണ്ണാണ്, മദീനത്തെ മണ്ണാണ്, മദീനത്തെ മണ്ണാണ്. വെള്ളക്കാരനും കറുത്ത വർഗക്കാരനും പണ്ഡിതനും പാമരനും കുബേരനും കുതേരനും ഒരേപോലെ പൊട്ടിക്കരയുന്ന മണ്ണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ഹജ്ജിന് വേണ്ടി പോകുമ്പോ അറിയാതെ വിനീതനും കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ ഓരത്ത് വന്ന് മദീനത്തെ മണ്ണിന്റെ പ്രത്യേകത എന്താ? ആയിരക്കണക്കിന് ആളുകളുടെ തൃഷ്ണായാനങ്ങളുടെ സംഗമഭൂമി. അവന്റെ ജീവിതത്തിന്റെ ഇന്നലകളിലൂടെ നടന്നു പോകുമ്പോ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും എണ്ണി പറഞ്ഞ് പൊട്ടിക്കരയാനുള്ള ലോകത്തിന്റെ ഏറ്റവും വലിയ ആരംഭത്തിന്റെ ഭൂമിയെ മദീന. ഓ, മദീനത്തിന്റെ റൗള ശരീഫിന്റെ മണ്ണുണ്ടല്ലോ, ആ മണ്ണിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ മണ്ണിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആശികീങ്ങളായ കവിമാര് പാടിയതെന്തെന്നറിയോ? ആ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ ഓരത്ത് കിടക്കുന്ന ഒരു പിടി മണ്ണെടുത്തിട്ട് ജന്മനാ അന്ധനായി പോയൊരു മനുഷ്യനെങ്ങാനും ആ മണ്ണെടുത്തിട്ട് കണ്ണിലൊന്ന് സുറുമയിട്ട എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പൊന്നുമോനെ, കാസർഗോഡ് ടൗണിൽ ഇർഫാൻ വരുന്നതും കാത്തിരിക്കുമ്പോ ആയിരക്കണക്കിന് ഹോളിവുഡിന്റെ സിനിമാ താരങ്ങള് മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുമ്പോ ഞാൻ ഇന്ന് ഏറനാട് എക്സ്പ്രസിലെ കാഞ്ഞങ്ങാട് ടൗണിൽ ഇറങ്ങി അവിടെ നിന്ന് സംഘാടകരുടെ കൂടെ കടന്നു വരുമ്പോ ഞാൻ കണ്ടു മാപ്പിള ഗാനമേളയും കലാമേളയും തുള്ളിക്കളിക്കുകയാണ്. മാപ്പിള ഗായകരോട് കടന്നു വരികയാണ്. പൊന്നുമോനെ, പൊന്നുമോനെ, ആ സംഗീതത്തിന്റെ ആർഭാടം കേട്ടിട്ടല്ല നിന്റെ ഹൃദയം തുടികൊട്ടേണ്ടത്. ആരുടെ സംഗീതം കേട്ടിട്ടാ? ആബിദ് കണ്ണൂരിന്റെ സലിം കോടത്തൂരിന്റെ മാസ്മരിക സംഗീതം കേട്ടിട്ടല്ല. പൊന്നുമോനെ, നിന്റെ ഹൃദയം മറക്കണം, നിന്റെ കണ്ണ് തുടിക്കണം, നിന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാത്തൊടുക്കണം. എപ്പോഴെന്നറിയോ? ആ റൗള ശരീഫിന്റെ ഓരത്ത് കിടക്കുന്ന ഒരൽപ്പം മണ്ണെടുത്ത് കണ്ണിലോട്ട് സുറുമയിട്ടാൽ ജന്മനാ അന്ധനായി പിറന്ന മനുഷ്യന്റെ പോലും കാഴ്ചശക്തി തിരിച്ചു കിട്ടിയിട്ട് അവൻ അല്ലാഹുവിന്റെ അർശ് പോലും കാണാൻ പ്രാപ്തിയുണ്ടാകുമെന്ന് ആശികീങ്ങൾ പാടിക്കൊടുത്ത മത്താഉ കഹ്ലു മിൻ തറാക ജുഫൂനി മത്താഫൂസു ബിനറത്തിൻ മിൻ സയ്യിദി. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ ചാരത്ത് കിടക്കുന്ന ഒരു പിടി മണ്ണെടുത്തിട്ട് എനിക്കപ്പോഴാണ് ഒന്ന് കണ്ണിന് സുറുമയിടാൻ കഴിയുന്നതെന്ന് ആശികീങ്ങൾ പാടിപ്പോയൊരു നഗരമുണ്ടോ? ആ നഗരം ഒരേ ഒരു നഗരം മാത്രമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മദീന. അല്ലാഹുവിന്റെ റസൂലിന്റെ ലോകത്തിന്റെ ഈമാനിന്റെ ക്യാപിറ്റൽ സിറ്റി മദീനത്തുൽ മുനവ്വറ. ഓ, മദീനത്തുൽ മുനവ്വറയിൽ ഒന്ന് കാല് ചവിട്ടിയിട്ട് ആ മദീനയിൽ നിന്ന് തിരിച്ചു സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു വന്നവന് ഹദ്ദാദ് നഗറിലോ മൗവലിലോ പൗവലിലോ ഈ കാസർഗോഡേക്ക് തിരിച്ചു വന്നവന് അവൻ ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാ. കാരണം എന്തെന്നറിയോ? കാരണം എന്തെന്നറിയോ?
ഭാഗ്യം നഷ്ടപ്പെടുത്തിയവനാ, കൈവെള്ളയിലുള്ള ഭാഗ്യം നഷ്ടപ്പെടുത്തിയവനാ. ആ ഭാഗ്യമൊത്തപ്പോ കഴിഞ്ഞ ഹജ്ജിന് പോയപ്പോ എന്റെ കൂടെ 206 ഹാജിമാരുണ്ട്. മദീനത്ത് വെച്ച് അവർക്ക് ക്ലാസ് എടുക്കുമ്പോ അവസാനം റസൂലുള്ളാഹിയുടെ റൗള ശരീഫ് കാണാം. ഹോട്ടൽ മുറിയിലിരുന്ന ആ റസൂലുള്ളാഹിയുടെ കുബ്ബത്തുൽ ഖദറാ കാണാം. പച്ചക്കുപ്പ കണ്ടുകൊണ്ട് ഹാജിമാർക്ക് ക്ലാസ് എടുക്കുമ്പോ അവരോട് ഞാൻ പറഞ്ഞു പോയി, നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ. എന്തിനാണ് ഉസ്താദേ ദുആ ചെയ്യുന്നത്? അവിടെ ഇരുന്നു കൊണ്ട് അനുരാഗത്തോടെ ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു പോയി, ഈ മദീനത്ത് കിടന്ന് എനിക്കൊന്ന് മരിക്കണം. ഞാൻ എന്റെ വീട്ടിലേക്കില്ല, ഈ മദീനത്ത് കിടന്ന് മരിക്കാൻ അഹമ്മദ് കബീറിനൊരു ഭാഗ്യം കിട്ടാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? അവരെല്ലാവരും പെട്ടെന്നോട് പറഞ്ഞു, എന്താ ഉസ്താദേ പറയുന്നത്? നിങ്ങളുടെ വഴുത് കേട്ട് കൊതി തീർന്നിട്ടില്ല, നിങ്ങളുടെ ക്ലാസ് കേട്ട് കൊതി തീർന്നിട്ടില്ല, വീട്ടിലെ മക്കള് കാത്തിരിക്കുകയല്ലേ, എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങളും ആഗ്രഹിച്ചു പോകും. എന്നിട്ട് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് പറഞ്ഞു. എന്റെ പുണ്യ മദീന തുടങ്ങുകയാണ്. ആ മദീനത്തിന്റെ ഏറ്റവും വലിയ പ്രാമുഖ്യം ഏതെന്നറിയോ? സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ല, ഇവിടെ നിന്ന് ഗൾഫിലോട്ട് പോകുന്നത് ജീവിക്കാനാ, ഇവിടെ നിന്ന് ബഹ്റൈനിലോട്ട് പോകുന്നത് ജീവിക്കാനാ, ഇവിടെ നിന്ന് സൗദിയിലേക്ക് പോകുന്നത് ജീവിക്കാനാ, ഇവിടെ നിന്ന് ഷാർജയിൽ പോകുന്നത് ജീവിതം കരിപ്പിടിപ്പിക്കാനാ, ഇവിടെ നിന്ന് അബൂദബിയിൽ പോകുന്നത് ജീവിക്കാൻ വേണ്ടിയാ. പക്ഷേ ഇവിടെ നിന്ന് മദീനയിൽ പോകുന്നത് ജീവിക്കാനല്ല, അവിടേക്ക് പോകുന്നത് മരിക്കാനാണ്, മരിക്കാനാണ്, മരിക്കാനാണ്. മരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോകണോ? അതേത് നാടെന്നറിയുമോ? അബുദാബിയിലല്ല, ഷാർജയിലല്ല. പൊന്നു ചെറുപ്പക്കാരെ, ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പൊഞ്ചകപ്പോ വചനമുണ്ടെങ്കിൽ മദീനയിലേക്ക് പോകുന്നത് ജീവിക്കാനല്ല, മദീനയിലേക്ക് പോകുന്നത് മരിക്കാനാണ്, മരിക്കാനാണ്, മരിക്കാനാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലല്ലയോ പറഞ്ഞത്, മനിസ്തതാഅ മിൻകും മയ്യമുതു ഫിൽ മദീന ഫല്യമുതു ഫിൽ മദീന. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മനിസ്തതാഅ മിൻകും മയ്യമുതു ഫിൽ മദീന. ആർക്കെങ്കിലും മദീനത്ത് കിടന്ന് മരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ, ആർക്കെങ്കിലും മദീനത്ത് കിടന്ന് മരിക്കാൻ കഴിഞ്ഞാൽ, ആർക്കെങ്കിലും മദീനയിൽ കിടന്ന് മരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, ഫല്യമുതു ഫിൽ മദീന, അവൻ മദീനയിൽ കിടന്ന് മരിച്ചു കൊള്ളട്ടെ. ആർക്ക് മരിക്കാൻ അവസരം കിട്ടിയോ അവൻ എന്റെ ഈ മണ്ണിൽ കിടന്ന് മരിക്കട്ടെ. എന്തെന്നറിയോ? നാളെ പരലോകത്ത് അവന് വേണ്ടി സ്വർഗത്തിന് ഞാൻ ശുപാർശ ചെയ്യുമെന്ന്. നാളെ അവന് സ്വർഗത്തിന് വേണ്ടി, നാളെ ഞാൻ അവന് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, മദീന മരിക്കാൻ ആഗ്രഹിക്കുന്ന നാട്, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നാടല്ല. ആ മദീനയിൽ ചെന്ന് മരിക്കണം, മദീനത്ത് കിടന്ന് മരിക്കണം. ആ സമയത്ത് ഞാൻ എന്റെ ഭാര്യ മറന്നു, ഞാൻ എന്റെ പൊന്നുമക്കളെ മറന്നു. സഹോദരങ്ങളെ, എന്നെ കാത്തിരിക്കുന്ന എന്റെ മക്കളെ ഞാൻ മറന്നു. ആ സമയത്ത് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യ മദീനയിൽ കിടന്ന് മരിക്കണം. മനിസ്തതാഅ മിൻകും മയ്യമുതു ഫിൽ മദീന ഫല്യമുതു ഫിൽ മദീന. അവിടെ കിടന്ന് മരിക്കാൻ അവസരം കിട്ടുന്നവന് ആ മദീനത്ത് കിടന്ന് മരിച്ചു കൊള്ളട്ടെ. നാളെ അവന് വേണ്ടി ഞാൻ സ്വർഗത്തിന് ശുപാർശ ചെയ്യുമെന്ന്. ഇതിനേക്കാൾ വലിയ ഇനിയൊരു ലാഭം ഈ ദുനിയാവിൽ എന്ത് നേടാൻ? അതിനേക്കാൾ വലിയൊരു ലാഭം ഈ ജന്മം കൊണ്ടിനി എവിടെ നേടാനാണ്? അല്ലാഹുവേ, അല്ലാഹുവേ, മദീനയോടുള്ള അനുരാഗം ഞങ്ങളുടെ മനസ്സിൽ നീ നിറയ്ക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, മദീന ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലാവണം. ദിൽ തടപ്താ മജൽതാ ഹെ മേരാ ജബ് ഭി ആതാ ഹെ ഹജ്ജ് കാ മദീന. ദുൽഹജ്ജിന്റെ മാസം എത്തുമ്പോ എന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. മദീന കാണാമല്ലോ, ഖുബ്ബത്തുൽ ഖദറാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പച്ചക്കുബ്ബ കാണാമല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഇതുകൊണ്ടാണ് ഇമാമു ദാരിൽ ഹിജറ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി മദീനത്ത് തന്നെ കടന്നുറങ്ങിയത് മദീനത്ത് മരിക്കാൻ വേണ്ടി. ഇതാണ് മദീനയുടെ പ്രത്യേകത. എല്ലാം പറഞ്ഞേക്കാനുള്ള സമയം നമുക്കില്ല. ഇതാണ് മദീനയുടെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ മദീനയിലുള്ള അനുരാഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനയോട് മാത്രമല്ല അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, മൻ ഖാദ അഹ്ലൽ മദീന. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നന്നായിട്ട് കേട്ടോളി, ഗൾഫിൽ പോയി മദീനത്തൊക്കെ ജോലി ചെയ്യുന്നവർ നന്നായിട്ട് കേട്ടോളി. മൻ ഖാദ അഹ്ലൽ മദീന, ആരെങ്കിലും എന്റെ മദീനത്തെ നാട്ടുകാരെ വഞ്ചിച്ചാൽ, അന്നത്തെ നാട്ടുകാർ മാത്രമല്ല ഇന്നത്തെ നാട്ടുകാരും. ഇവിടെ നോക്കി, മദീനയിലൊക്കെ കച്ചവടം ചെയ്യാൻ ആളുകളുണ്ടല്ലോ, ധാരാളം ആളുകളുണ്ട്. അള്ളാഹു നല്ല ബറക്കത്ത് കൊടുക്കട്ടെ. ചെറുക്കളയിലുള്ള ഒരു സുഹൃത്തുണ്ട് മദീനയിലാണ്. അള്ളാഹു നല്ല ബറക്കത്ത് കൊടുക്കട്ടെ. മദീന വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു നാടാണ് മദീന. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ ഖാദ അഹ്ലൽ മദീന, ആരെങ്കിലും എന്റെ നാട്ടുകാരായ മദീനക്കാരെ വഞ്ചിച്ചാൽ, മദീനത്തെ അറബികളെ ആര് വഞ്ചിക്കുന്നുവോ, മദീനക്കാരെ ആര് വഞ്ചരിക്കുന്നുവോ, വെള്ളത്തിൽ കിടന്ന് ഉപ്പ് അരിയുന്നത് പോലെ അവൻ ജീവിതത്തിൽ അരിഞ്ഞില്ലാതായി തീരുമെന്ന്. എന്റെ നാട്ടുകാരെ ആര് പറ്റിക്കുന്നുവോ, മദീനക്കാരെ ആര് വഞ്ചിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നുവോ, അവൻ വെള്ളത്തിൽ ഉപ്പ് അരിഞ്ഞു വീഴുന്നത് പോലെ അവൻ ജീവിതത്തിൽ ഉരുകി അവൻ ഇല്ലാതായി പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ സലാത്തില്ലാത്തത്? ഇത് സലാത്ത് കൊണ്ട് മുഖരിതമാകേണ്ട സദസ്സ. എന്റെ എല്ലാ പ്രസംഗവും ഇത് മദീനയാണ്. മദീന പറയുമ്പോ സലാത്തില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്ത് പറയും ഇവിടെ സലാത്ത് പറയണേ? എന്താ ഇത് മനുഷ്യരെ, നിങ്ങൾ ഇത്രയും വന്നിട്ട് മദീനയുടെ ഒരു ആഗ്രഹം ഉണ്ടായില്ലേ? മദീന എന്ന് പറയാൻ തന്നെ ഒരു യോഗ്യത. മദീനയുടെ ആദ്യത്തെ പേര് യഥരിബ് എന്നാണ്. മദീനയുടെ ആദ്യത്തെ പേര് യഥരിബ് എന്നാണ്. ഇപ്പൊ ആരെങ്കിലും മദീനയിൽ പോയിട്ട് മദീന എന്നുള്ള പേര് പറയാതെ യസ്രിബ് എന്ന പേര് പറഞ്ഞാൽ, റസൂലുള്ളാഹിയാണ് ആ പട്ടണത്തിന് മദീന എന്ന് പേരിട്ടത്. ആരെങ്കിലും അവിടെ ചെന്നിട്ട് ഇത് യസ്രിബാണെന്ന് പറഞ്ഞാൽ അവൻ 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയും. എന്താ നിങ്ങൾ കരുതിയത്? ഈ പറയുന്ന നഗരം ഏതാണ്? ആ നഗരത്തിന്റെ പഴയ പേര് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മസ്താൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പച്ച തലപ്പാവൊക്കെ കെട്ടി നന്നായിട്ട് മുറുക്കി ഒരു പഴയ വെള്ളം കൈരിയൊക്കെ കൊടുത്ത് കുറച്ച് മുറുക്കാൻ ഇവിടെ തലയിലും കുറച്ച് തലപ്പാവിലും ഒക്കെ നടക്കുന്ന ആളാണ് മസ്താൻ എന്ന് പറയുന്നത്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് ഒറിജിനല്ല, ഡ്യൂപ്ലിക്കേറ്റ് മേഡിൻ കുന്നമ്പളമായിരിക്കും. ഇപ്പൊ നോക്കിയപ്പോ നല്ല പയ്യൻ മസ്താൻ വിളിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊരു പ്രസംഗത്തിന്റെ അല്ല, ഇതൊരു അനുരാഗത്തിന്റെ ഭൂമിയാണ്. ഇവിടെ നാം ചെല്ലുന്ന ഓരോ സലാത്തും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗുണമാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയുടെ പേര് റസൂലുള്ളാഹിയാണ് മദീന. അതിനു മുമ്പ് യസ്രിബാണ്. യാ ആഖിര യസ്രിബ, ഖുർആൻ പറയുന്നുണ്ട് യാ ആഖിര യസ്രിബ ലാ മുഖാമ ലക്കും ഫർജിബു. ആരെങ്കിലും ഇന്ന് മദീനയിൽ പോയിട്ട് ഇത് യസ്രിബാണെന്ന് പറഞ്ഞാൽ അവനെന്ത് പറയണം? 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ കാര്യം? ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു നാടിന്റെ പേര് പറഞ്ഞിട്ട് അടുത്ത നാടാക്കും. ഇപ്പൊ ചെന്നൈയുടെ പേര് നേരത്തെ മദ്രാസ് ആയിരുന്നു, ഇപ്പോഴാണ് അത് ചെന്നൈയായത്. അവിടെ പോയിട്ട് ആരെയും മദ്രാസ് ഒന്നും അസ്തഗ്ഫിറുല്ലാഹ് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ലോകത്തെ ബാംഗ്ലൂരിന്റെ പേര് ഇപ്പോഴാണ് ബംഗളൂരു എന്നായത്. അതിനുമുമ്പ് ബാംഗ്ലൂരായിരുന്നു. ആരോടെ പോയിട്ട് ഇത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞു. ഇപ്പോഴും നമ്മൾ ബാംഗ്ലൂരാ, ബംഗളൂരു എന്ന് ആരെങ്കിലും പറയൂ? അത് പറഞ്ഞാൽ പറഞ്ഞു ആരെങ്കിലും പറയൂ? അതുകൊണ്ട് ലോകത്തിന് പാതകമില്ല, അതിന്റെ പേരിൽ ശിക്ഷയില്ല. പക്ഷേ സഹോദരങ്ങളെ, ആത്മാവിന്റെ ആദർശന്റെ നായകൻ കിടക്കുന്ന നാട് അള്ളാന്റെ റസൂല് പേരിട്ട് കൊടുത്തതാ. ആ പേരിൽ ആരെങ്കിലും മാറ്റം വരുത്തി ഞാനിട്ട പേര് മാറ്റി വേറൊരാൾ വിരിച്ചാൽ അവൻ അസ്തഗ്ഫിറുല്ലാഹ് അലീം അള്ളാഹിനോട് പാപം പൊറുക്കാൻ ചോദിച്ചു കൊള്ളട്ടെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മദീനക്കാരെ പറ്റിക്കാൻ പാടില്ല. മദീനയിൽ ജോലി ചെയ്യണവരൊക്കെ ശ്രദ്ധിച്ചോളി. മദീന വല്ലാത്ത പവിത്രതയുടെ നഗരമാണ്.
ആ മദീനക്കാരെ ആരെങ്കിലും പറ്റിച്ചാൽ, മദീനയിൽ നിന്ന് ആരെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കിയാൽ അവൻ വെള്ളത്തിൽ കിടന്നിട്ട് ഉപ്പരിഞ്ഞിട്ടില്ലാതെ അവൻ ഉരുകി 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 അവന്റെ ജീവിതം തീരുമെന്ന് ലോകത്തിതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മദീന പവിത്രമാണ്. ആ മദീനയുടെ അതുകൊണ്ട് തന്നെയാണ് മദീനയുടെ കാലാവസ്ഥ പോലും എല്ലാവർക്കും സഹിക്കാൻ പറ്റൂല. മദീനയിലെ കാലാവസ്ഥ വല്ലാത്ത കാലാവസ്ഥ. മദീനയിൽ പോയിട്ടുള്ളവർക്കറിയാം. ഈ കൂട്ടത്തിൽ മദീനയിൽ പോയവരൊക്കെ കൈവക്കിക്കും. ഇതുവരെ മദീനയിൽ പോയവരൊക്കെ കൈവക്കും. ഒന്നുകൂടി മദീന ജുവല്ലറിയിലല്ല, മദീനയിൽ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഇനിയും പോകാൻ തൗഫീഖ് നൽകട്ടെ. പോകാത്ത സഹോദരങ്ങൾ അല്ലാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു എത്രയും പെട്ടെന്ന് എത്തിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആഗ്രഹത്തോടെ ആമീൻ പറഞ്ഞവൻ എത്തും ഇൻഷാ അല്ലാഹ്. അല്ലാതെ ബനൂ ഇസ്രായേൽ അങ്ങനെ ആമീൻ എന്ന് പറയുന്ന ആളുകൾ പോയി. അല്ലാഹു പോകാത്തവരെ എത്തിക്കട്ടെ. അതിനുവേണ്ടി മാത്രമുള്ള നഗരമാണ്, അതിനുവേണ്ടി മാത്രമുള്ള പ്രഭാഷണമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മദീനയിലെ കാലാവസ്ഥ എല്ലാവർക്കും സഹിക്കാൻ കഴിയില്ല. ചില സമയത്ത് വല്ലാത്ത ചൂട്, ചൂടിരിക്കുമ്പോ തന്നെ ചിലപ്പോൾ തണുപ്പോ, വല്ലാത്ത തണുപ്പ്. ഞാനിപ്പോ ഹജ്ജിന് പോകുമ്പോൾ നല്ല ഉംറയ്ക്ക് പോകുമ്പോൾ നല്ല തണുപ്പിന്റെ കാലാവസ്ഥയാണ്. രാവിലെ സുബഹി കൊലുവെടുത്തിട്ട് ഇങ്ങനെ കയറി വരുമ്പോ ആ തണുത്ത കാറ്റും കൂടെ അടിക്കുമ്പോൾ ഒരു കിടുകിടുപ്പ് ആർക്ക് സഹിക്കാൻ പറ്റില്ല. മദീനയുടെ കാലാവസ്ഥ അല്ലാഹു സഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഏതെങ്കിലും ഒരു നാട്ടിലെ കാലാവസ്ഥ സഹിച്ചാൽ നാളെ ആഖിറത്തിന് പ്രതിഫലമുണ്ടോ? മൂന്നാർ വലിയ തണുപ്പാണ്, ഊട്ടിയിൽ ഭയങ്കര തണുപ്പാണ്. അവിടത്തെ കാലാവസ്ഥ സഹിച്ചാൽ അതിന്റെ പേരിൽ ദുനിയാവിന് പ്രതിഫലമില്ല, ആഖിറത്തിന് പ്രതിഫലമില്ല. ദുനിയാവിന് വല്ല പ്രതിഫലമുണ്ടോ? ഊട്ടി പോയാൽ ഉണ്ട്. അല്ല, ഊട്ടി പോയതുകൊണ്ട് ദുനിയാവിൽ പ്രതിഫലമൊന്നുമില്ലല്ലോ. ആകെ ഭാര്യയ്ക്ക് ഇത്തിരി സ്നേഹം കൂടുതലുണ്ടാകും അവളെ ഇവിടെ കൂടെ കൊണ്ടുപോയാൽ. അതല്ലാതെ വേറൊരാളെ കൊണ്ടുപോയാൽ അതോടെ അതും തീരും. ഊട്ടിയിൽ പോയ ആകെയുള്ള പ്രതിഫലം അതാണ്, ദുനിയാവിന് പ്രതിഫലമില്ല. പക്ഷേ സഹോദരങ്ങളെ, നാം പറഞ്ഞതുപോലെയല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്റെ മദീന ഏതെന്നറിയോ? എന്റെ പട്ടണത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ മദീനത്തിന്റെ കാലാവസ്ഥ പോലും വല്ലാത്ത ഭീകരമായ കാലാവസ്ഥയാണ്. ലാ യസ്ബിറു അഹദുൻ അലാ ശിദ്ദതിഹാ. ഏതെങ്കിലും ഒരു മനുഷ്യന് ആ മദീനയുടെ കാലാവസ്ഥയുടെ കാഠിന്യം സഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മദീനയിൽ താമസിച്ചാൽ ഇല്ലാ കുന്തു ലഹു ശഫീഉൻ യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് അവന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുമെന്ന്. ആരാണോ മദീനയുടെ കാലാവസ്ഥ ക്ഷമിച്ചത്, ആരാണോ മദീനയിൽ ക്ഷമയോടെ താമസിച്ചത്, നാളെ പരലോകത്തവൻ കടന്നു വരട്ടെ. ആരുമില്ലാത്ത പരലോകത്തവൻ ഒറ്റപ്പെട്ട് നടക്കുമ്പോ എന്റെ നഗരത്തിന്റെ കാലാവസ്ഥ ക്ഷമിച്ചതിന് വേണ്ടി അവന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുമെന്ന് ലോകഗുരുവേ, നിത്യദൂതരെ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ലോകത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമുണ്ട് മണ്ണിലോട്ട് പോകാൻ. പൊന്നുമോനെ, 40,000 രൂപ കൊടുത്താൽ ഒന്ന് ഉംറയ്ക്കെങ്കിലും ഒന്ന് പോയി തിരിച്ചു വന്നുകൂടെ? എത്രയോ പൈസ നമ്മൾ ചെലവാക്കാറുണ്ട്. ആ പൈസ മുഴുവനും ഒന്ന് കൂട്ടിവെച്ച് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ണുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫ് ഒന്ന് കാണാൻ ആ റൗളയുടെ അടുക്കലോട്ട് കടന്നു ചെല്ലുമ്പോ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളക്കൊട്ടാരമുണ്ടല്ലോ, ആ മദീനയിൽ ഒരു അക്രമിക്ക് താമസിക്കാൻ കഴിയില്ല. ആ മദീനയിൽ ഒരു അക്രമിക്ക് താമസിക്കാൻ കഴിയില്ല. മദീനയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടുകൊള്ളുക. ആ നാട്ടില് മനസ്സിന് ക്രൗര്യമുള്ളവന്, മനസ്സിന് നിർമല്യമില്ലാത്തവന്, അവനെ ഏറെ നാള് മദീനത്ത് ഞാൻ വെച്ചു ഉറപ്പിക്കില്ല. അല്ലാഹുവോടെ താമസിക്കാൻ അവന് അനുവാദം കൊടുക്കില്ല. എങ്ങനെയെങ്കിലും അവനെ മദീനത്തിൽ നിന്ന് പുറത്താക്കി കളയും. കാരണം കിടക്കുന്നതാരാ? അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്ന സ്ഥലമല്ലയോ? അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ ഭീകരമായ അടയാളമായ ദജ്ജാൽ ലോകത്തുള്ള മുഴുവൻ നഗരങ്ങളിലും കടന്നു പോകും. പക്ഷേ ദജ്ജാൽ എന്റെ നഗരത്തിലേക്ക് കയറുകയില്ല. എന്റെ മദീനയിലും എന്റെ മക്കയിലും ദജ്ജാൽ പോലും കടന്നു പോവുകയില്ല. അങ്ങനെ ജുഹൂർ പർവ്വതത്തിന്റെ
മുകളിൽ വന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ മദീന റൗള ചൂണ്ടിക്കാണിച്ച് സാക്ഷാൽ ദജ്ജാൽ പോലും ചോദിക്കുമത്രേ ലിമൻ ഹാദൽ ഖസ്റുൽ അബിയൽ, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം എന്ന് ചോദിക്കുമ്പോ എന്റെ ലോകാവസാനം ഒരു വിളിപ്പാടകരെ എന്ന പ്രഭാഷണം കേൾക്കുമ്പോ ലോകാവസാനത്തിന്റെ അടയാളമായ ദജ്ജാലിനെ പറയുമ്പോ ഈ വിഷയം വളരെ വിശാലമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, മദീനയുടെ മറുഭാഗത്തുള്ള ജുഹുഫ പർവതത്തിന്റെ മുകളിൽ കയറി സാക്ഷാൽ ദജ്ജാൽ പോലും ചോദിക്കുമത്രേ ലിമൻ ഹാദൽ ഖസ്റുൽ അബിയൽ, ഈ വെള്ളക്കൊട്ടാരമാരുടേതാണെന്ന്, ഈ വെള്ളക്കൊട്ടാരമാരുടേതാണെന്ന്. സഹോദരങ്ങളെ, ദജ്ജാലിന്റെ കൂടെയുള്ള 80,000 ജൂതന്മാരെന്ന് മറുപടി പറയില്ല. ആ സമയത്ത് പ്രകാശത്തിൽ മുങ്ങിക്കുളിക്കുന്ന അള്ളാന്റെ റസൂലിന്റെ റൗള ശരീഫ് കാണുമ്പോ, റസൂലുള്ളാഹിയുടെ മസ്ജിദ് നബവി കാണുമ്പോ, സ്പെയിനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത, ബർമയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത തേക്കുകൾ കൊണ്ട് നിർമ്മിച്ച ആ തേക്കുകൾ ജർമ്മനിയിൽ കൊണ്ടുപോയി പോളിഷ് ചെയ്ത് അതങ്ങനെ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയി വാതിൽ പാളികളാക്കി കൊണ്ടുവന്ന് ഏറ്റവും സുന്ദരമായ സ്വർണം പൂശിയ പിച്ചള തകടുകൾ ചേർത്ത് വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊട്ടാരം പോലെ ലോകത്തിന്റെ നായകന്റെ ഉറക്കറ കിടക്കുമ്പോ, എന്റെ നായകന്റെ ഉറക്കറ കിടക്കുമ്പോ, ഔദുൽ കൗസറിന്റെ നായകന്റെ ഉറക്കറ കിടക്കുമ്പോ മസ്ജിദ് നബവിയിലോട്ട് കയറുന്ന ആരും പറന്നു പോകും. ആയിരക്കണക്കിന് ബൾബുകൾ കത്തിക്കിടക്കുന്ന, ആയിരക്കണക്കിന് തേക്കിന്റെ വാതിലുകൾ സ്വാഗതം പറയുന്ന, നാനാഭാഗങ്ങളിൽ സ്വർണം കുത്തിയ പിച്ചളയ്ക്ക് മുകളിൽ ഖുർആന്റെ ആയത്തുകൾ എഴുതി വെക്കുമ്പോ, ഇലക്ട്രിക് കുപ്പകളെ താനേ നീങ്ങുമ്പോ, ആകാശത്തിന്റെ മേലാപ്പിന്റെ വീട് വെയിൽ വരുമ്പോൾ ഇലക്ട്രിക് കുപ്പ മാറുന്നു, തണുപ്പ് വരുമ്പോൾ അത് വീണ്ടും അടയുന്നു. സ്വയം നിർമ്മിക്കുന്ന ഇലക്ട്രിക് കുപ്പകൾ വിശാലമായ മുറ്റത്ത് കുട വിരിച്ചതുപോലെ വിരിച്ചു നിൽക്കുന്ന ജർമ്മൻ ടെക്നോളജി നിർമ്മിച്ച 147 കൂടാരങ്ങൾ പോലെയുള്ള കൂടാരങ്ങൾ. സഹോദരങ്ങളെ, ആര് സമ്മതിച്ചു പോകും? ഇതാണ് ലോകത്തിന്റെ മാണിക്യ കൊട്ടാരം. ആ മാണിക്യ കൊട്ടാരം കാണുമ്പോ ദജ്ജാൽ പറയും, ഇതാരുടെ കൊട്ടാരമെന്നറിയോ? ഹവാ ഖസ്റു മുഹമ്മദ്, ഹവാ ഖസ്റു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊട്ടാരമാണെന്ന് ദജ്ജാലിന് പോലും അങ്ങകലെ മാറി നിന്നിട്ട് കൊതിയോടെ നോക്കാനല്ലാതെ ദജ്ജാൽ കടന്നു വരാത്ത ഭൂമി, ആ ഭൂമിയാണ് മദീന, മദീന, മദീന. സഹോദരങ്ങളെ, ആ മദീനയിൽ മനസ്സിലെ നന്മയുള്ളവരെ മദീന സാക്ഷി നിൽക്കൂ. മനസ്സിലെ നന്മയുള്ളവരെ മദീനയാവാൻ കഴിയൂ. അല്ലാഹു ആ ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ബോധം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെയാ മദീന മദീനയായിടെന്നറിയോ? ഇനി ആ മദീനയിലെ അന്തേവാസികളെ ഞാൻ പരിചയപ്പെടുത്താം. ഇതേവരെ പറഞ്ഞത് മദീനയുടെ പോരുഷ. ഇനി ആ മദീനയിലെ അന്തേവാസി ആരാ? ആദ്യത്തെ അന്തേവാസിയെ നമുക്കറിയാമല്ലോ. എന്റെയും നിങ്ങളുടെയും നേതാവ്, നമ്മുടെ കൽബിന്റെ രാജാവ്, ബഹുദീവ വസൂലി വാഹിബുൽ യദി ഇൻഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടാമത്തെ ഭാഗത്തോട്ട് കിടക്കുകയാ. ആരോ മദീനത്ത് കിടന്നുറങ്ങുന്നതെന്നറിയോ? ഈ അന്തരീക്ഷത്തിൽ ആരുടെ നാമമാണോ? ഒരു സെക്കൻഡ് പോലും മലയടിക്കാതിരിക്കുന്നത്, ഓരോ സെക്കൻഡിലും അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന അന്തരീക്ഷവായു. സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ എത്രയോ ഏകാധിപതികളെ, സർവാധിപതികളെ, സ്വേച്ഛാധിപതികളും കടന്നു പോയിട്ടുണ്ട്. അഡോൾഫ് ഹിറ്റ്ലറും ബെനിറ്റോ മുസോളിനിയും നെപ്പോളിയൻ ബോണപ്പാർട്ടും ഗ്രേറ്റ് അലക്സാണ്ടറും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുയായികളെ സംഭരിച്ച എത്രയെത്രയോ നായകന്മാര് കടന്നുപോയി. മാർക്സ് കടന്നുപോയില്ലേ? എംഗൽസ് കടന്നുപോയില്ലേ? സ്റ്റാലിൻ കടന്നുപോയില്ലേ? ലോകത്തിലെ അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി ചരിത്രത്തിൽ കടന്നുപോയില്ലേ? യവന ദർശനകരയുടെ താത്വികാചാര്യനായ സോക്രട്ടീസ് കടന്നുപോയില്ലേ? അരിസ്റ്റോട്ടിൽ കടന്നുപോയില്ലേ? മാർസിന്റെ ഭൗതിക ശരീരം ഇന്നും ലോകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? പക്ഷേ സഹോദരങ്ങളെ, സാക്ഷാൽ ലോകത്തോട്ട് കടന്നു വന്ന യേശു ക്രിസ്തുവും കടന്നുപോയി. യേശു ക്രിസ്തുവും കടന്നുപോയി. സഹോദരങ്ങളെ, മോസസും കടന്നുപോയി, മൂസാനബിയും കടന്നുപോയി. ആയിരക്കണക്കിന് അവതാരങ്ങളുള്ള ഭാരതഭൂമിയിൽ ശ്രീകൃഷ്ണൻ കടന്നുപോയി, ബുദ്ധവീരൻ കടന്നുപോയി, വർത്തമാന വീരനും കടന്നുപോയി. പക്ഷേ ഞാനെന്ന് ചോദിക്കട്ടെ, മരിച്ചു മണ്ണിന്റെ അടിയിലോട്ട് കടന്നുപോയിട്ട് ആരുടെയെങ്കിലും ഒരു നാമം ഈ അന്തരീക്ഷത്തിൽ 24 മണിക്കൂർ പറയപ്പെടാത്ത ഒരു നാമമുണ്ടെങ്കിൽ ആരെയും ഓർക്കാൻ ആരോടും പറയാതെ 24 മണിക്കൂറും ഭൗമോപരിതലത്തിൽ നിലനിൽക്കുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ ആ നാമത്തിന്റെ ഉടമയാണ്
മദീനയുടെ ഏറ്റവും വലിയ അന്തേവാസി ആരാന്നറിയോ? 5 നേരം ഇസ്ലാമിക പള്ളിയുടെ മിനാരത്തിലൂടെ ബാങ്കിന്റെ ഒലി മുടങ്ങുമ്പോ ഓരോ സമയത്തും ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിന്റെ മിനാരത്ത് നിന്ന് ഇവിടെ ഒരു വലിയ സാധു വിഭാഗം നടക്കുമ്പോ ഇതുപോലുള്ള നന്മകളിൽ ആയിരക്കണക്കിന് സഹായഹസ്തങ്ങൾ നീട്ടിയ എന്റെ ബഹുമാന്യമായ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ജമാഅത്ത് പ്രസിഡന്റ് അൽഫ അബ്ദുൽ ഖാദർ ഹാദി സാഹിബ് അല്ലാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രാവിലെ ഇന്നലെ വൈകുന്നേരം ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും മഹാനായ ക്രിക്കറ്റർ എന്ന് ലോകം പരിചയപ്പെടുത്തിയ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ 100ാമത്തെ സെഞ്ചുറി അടിച്ചപ്പോ ഞാൻ പാതി സച്ചിൻ പാടി. പണ്ട് നമ്മുടെ പടന്തൽ അങ്ങനെ ആയിരുന്നില്ല. താൻ പാതി ദൈവം പാതി എന്നെടുത്തെടുത്ത് സഹോദരങ്ങളെ ദൈവത്തെ വെട്ടിമാറ്റി ആധുനിക ഇന്ത്യയിൽ മറ്റൊരു ദൈവത്തിന്റെ പേര് സൃഷ്ടിക്കുമ്പോ താൻ പാതി സച്ചിൻ പാതി എന്ന് പറഞ്ഞ് സച്ചിൻ ടെണ്ടുൽക്കറിനെ ദൈവമാക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, പൊന്നുമോനെ, ഹൃദയത്തിന്റെ ഉള്ളിലെ ഭൗതിക ദൈവമല്ല, ആ ഹൃദയത്തിന്റെ ഉള്ളിലൊരു നായകനെ വെക്കണം. മദീനയുടെ ആദ്യത്തെ അന്തേവാസിനെ പരിചയപ്പെടുത്തുകയാ. പൊന്നുമോനെ, ഹൈന്ദവ സഹോദരാരാധിക്കുന്ന ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ഹൈന്ദവ സഹോദരങ്ങളുടെ പൂജാമുറിയിലുണ്ട്. അവരുടെ പരമശിവന്റെ ഫോട്ടോ ഹൈന്ദവ സഹോദരങ്ങളുടെ പൂജാമുറിയിലുണ്ട്. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മുൾക്കിരീടം ധരിച്ച ഫോട്ടോ അവരുടെ കുർബാന നടത്തുന്ന അൽത്താരയുടെ മുകളിലുണ്ട്. പക്ഷേ എന്റെയും നിങ്ങളുടെയും നമസ്കരിക്കുന്ന റൂമിന്റെ മുമ്പിൽ, നാം നമസ്കരിക്കുന്ന ഹദ്ദാദ് ജുമാ മസ്ജിദിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രമില്ല. ഹദ്ദാദ് ജുമാ മസ്ജിദിന്റെ മിഹ്റാബിലില്ല. ആരെങ്കിലും അവന്റെ പള്ളിയുടെ മുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രമെങ്ങാനും വരച്ചു വെച്ച അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നിരിക്കെ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നത് എവിടെയാ? അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നത് എവിടെയാ? कहते हैं मुस्तफा आशिकों की सीनों में, कहते हैं मुस्तफा आशिकों की सीनों में. അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നത് ആശിക്കിന്റെ സ്നേഹിക്കുന്നവന്റെ നെഞ്ചിന്റെ ഉള്ളിലാ. പൊന്നുമോനെ, കാസർഗോഡ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ മിനിങ്ങാണ് നെല്ലിക്കുന്ന് പള്ളത്ത് പ്രസംഗിക്കാൻ വരുമ്പോ അവിടെയും ഇതേപോലെ കുറെ ചെറുപ്പക്കാര് ജീവകാരുണ്യ പ്രസ്ഥാനത്തിന് വേണ്ടി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. കാസർഗോഡ് ചെറുപ്പക്കാരെല്ലാത്തിന്റെയും മുമ്പന്തിയിലുണ്ട്. ഏറ്റവും പുതിയ വസ്ത്രം വന്നാൽ അത് ധരിക്കുന്നത് നിങ്ങളാ. ഏറ്റവും നല്ല ഹെയർ സ്റ്റൈൽ വന്നാൽ പൊന്നു ചെറുപ്പക്കാരാ നിങ്ങളാണത് കൊണ്ടുവരിക. ഹെയർ സ്റ്റൈലിന്റെ കാര്യത്തിൽ കാസർഗോഡ് ചെറുപ്പക്കാരെല്ലാം കേരളത്തിന്റെ 14 ജില്ലയിൽ വേറൊരു ചെറുപ്പക്കാരില്ല. പക്ഷേ അതേ ചെറുപ്പക്കാർ തന്നെ മാസങ്ങളോളം ഉറക്കളച്ച് ഈ മഹ 2012 പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ എല്ലാവരും അധ്വാനിക്കുമ്പോ ഞാൻ നിങ്ങളോട് പറയുകയാ, നെഞ്ചു തുറന്നു കാണിച്ചാൽ ആ നെഞ്ചിന്റെ ഉള്ളിൽ ഉണ്ടാകണം ആരെന്നറിയോ? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. പൊന്നുമോനെ, നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാ നീയാണ്, കണ്ണ് തുറന്നാ നീയാണെന്ന് കാമുകിയുടെ കണ്ണിൽ പാടിക്കൊടുക്കുന്ന ആഭാസമല്ല. നെഞ്ചിനുള്ളിൽ ആയിരിക്കണം. ആരായിരിക്കേണ്ടതെന്നറിയോ? നെഞ്ചിനുള്ളിൽ ആരായിരിക്കേണ്ടതെന്നറിയോ? ബേക്കൽ കോട്ടയുടെ മറുഭാഗത്ത് മടിയിൽ തലവാഴ്ച വെച്ച് കണ്ണിലോട്ട് സൊറ പറയുന്ന കാമുകിയല്ല. മുസ്തഫ ആശിഖോഗി സീനോമേ. ഹൃദയം തുറന്ന് കാണിച്ചാൽ ആ ഹൃദയത്തിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ രാജാവുണ്ടാകണം. ആ രാജാവാരെന്നറിയോ? നബിയുൽ ഹറമൈൻ സയ്യിദുൽ കൗനൈൻ വസീലത്തുനാ ഫിദ്ദാറൈൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇത്രയും പറഞ്ഞിട്ട് സലാത്തിന് ഉഷാറില്ലേ? ഞാൻ വാദം നിർത്തും കേട്ടോ. ഞാൻ കാസർഗോഡ് വരവ് നിർത്തി. മിനിങ്ങാന്ന് പോയതുള്ളൂ. ഇവിടെ അങ്ങോട്ട് അവിടെ എന്താ